ആരാണ് പ്രയർ പ്രിപ്പയർ ചെയ്തേക്കണത്? ഞാൻ ചെയ്യട്ടെ മാം. ഓക്കെ. All of God's creations are beautiful. The morning rays of sun are beautiful. The flowers blooming on plants are beautiful. Leaves with snowdrops are beautiful. Song of wind is beautiful. Calm flowing river is beautiful. Hills and mountains are beautiful. The loving family is beautiful. The knowledge we get is also beautiful. Every piece of knowledge is beautiful because how beautiful in how we use it. All are equal in front of all. God. Love all, respect all, protect all. Thank you, God. Thank you. That was a wonderful prayer. Thank you. Thank you, ma'am. ഓക്കെ. നമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വേർബ്സ് അല്ലായിരുന്നു. വേർബ്സിന്റെ ടെൻസസ് ആദ്യം നമ്മൾ പറഞ്ഞ് പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, പാർട്ടിസിപ്പിൾ ഫോം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യൻ ടാഗ്സ് ആയിരുന്നു അല്ലെ? ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ടാഗ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക നമ്മൾ ഏതാണ് വേർബ്, സെന്റൻസിൽ ഏതാണ് വേർബ് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ അഫർമേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള, പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ്, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ്. അങ്ങനെ വേർബ് ഐഡന്റിഫൈ ചെയ്യും. വേർബ് ഒന്നെങ്കിൽ ഓക്സിലറി വേർബ്സ് ആം, ഇസ്, ആർ, വാസ്, വേർ അതൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ സ്ട്രേറ്റ് കൊടുക്കുക. അതില്ലാത്ത കേസസ് ആണെങ്കിൽ എന്താണ് ഡു, ഡസ്, ഡിഡ് ഈ ഫോംസിൽ കിടക്കണ സെന്റൻസസ്, ആ വേർബ്സ് ആ ഫോമിലൊക്കെ ആണെങ്കിൽ അതെടുത്ത് എഴുതാം. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വിത്ത് പ്രോണൗൺസ് ആണ് നമ്മൾ ടാഗിൽ യൂസ് ചെയ്യുന്നത് അല്ലെ? കഴിഞ്ഞ ക്ലാസ് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അല്ലെ? നമുക്ക് ഇനി ബാക്കി പോർഷൻസ് നോക്കാം. നാഫ്സിയ മാം, എന്താണ് മാമിന്റെ കോണ്ടാക്ട് നമ്പർ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല നമ്പർ. ഷെയർ ചെയ്യാം കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടാണ്. ഓക്കെ. Okay, is the screen visible to everyone? Yes, ma'am. Okay. നമ്മ ക്വസ്റ്റ്യൻ ടാഗ്സ് ഒക്കെ പറഞ്ഞ് ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് എക്സാമ്പിൾസും കൂടെ ലെഫ്റ്റ് ഔട്ട് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതാണ് ഇത് കൊടുത്തേക്കണം. അപ്പൊ കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഉണ്ട്. ആ ടാഗിന്റെ ബാക്കിയുള്ള കുറച്ച് എക്സാമ്പിൾസും കൂടെയാണ് അത്. ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ബക്കറ്റ്. അപ്പോൾ ദർ ഇസ് ലിറ്റിൽ വാട്ടർ, ലിറ്റിൽ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം കുറച്ച് വേർഡ്സ് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആയിട്ട്, ഓൾറെഡി നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസസ്, അങ്ങനത്തെ വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിറ്റിൽ, സെൽഡം, ഹാർഡ്ലി, റെയർലി ഇതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പൊ ദീസ് ആർ നെഗറ്റീവ് സെന്റൻസസ്. അപ്പൊ ഇതിന്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ബക്കറ്റ്. ബക്കറ്റിൽ വളരെ കുറച്ച് ഉള്ളൂ, വളരെ കുറച്ചല്ല, ഇല്ലെന്ന് തന്നെ പറയാം. അതാണ്ട. അപ്പൊ അതിന്റെ ടാഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ വേർബ് ഇസ് അല്ലേ, അപ്പൊ ഇസ് ദേർ എന്ന് വരും. പിന്നെ അതേപോലെ തന്നെയാണ് ദേ സെൽഡം ഗോ ദേർ. ഇതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ് കേട്ടോ. അപ്പൊ ഗോ ദേർ, ഗോ ഡു ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ഡു ദേ. ദ പുവർ ചിൽഡ്രൻ ഹാർഡ്ലി ഗെറ്റ് എനി ഫുഡ്, അതും നെഗറ്റീവ് ഫോമിലാണ്. അവിടുത്തെ വേർബ് എന്ന് പറയുന്നത് ഡു ഫോമിൽ കിടക്കുന്ന ഗെറ്റ് ആണ്. അപ്പൊ ഡു ദേ. ഫോർത്ത് വൺ ഇസ് ഓൾസോ ദർ ഇസ് റെയർലി എനി വാട്ടർ ഇൻ ദ ബാങ്ക്, ദെൻ ഇസ് ദേർ. ഇസ് ആണ് അവിടുത്തെ വേർബ്, ദേർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ടാഗ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ടാഗ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ടാഗ്. ടെസ്റ്റ് പേപ്പേഴ്സിലൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ടാഗ്. ഓക്കെ. അപ്പം ഇനി നമുക്ക് അടുത്ത പോർഷൻ ഇന്ന് പഠിക്കാവുന്ന ഇംപറേറ്റീവ്സ്. ഓക്കെ. സിമ്പിൾ റിക്വസ്റ്റ്
ഇതാണ് നമ്മളിന്ന് സിമ്പിൾ റിക്വസ്റ്റ് ഓൾവേസ് ടേക്ക് വിൽ യു നോ മാറ്റർ വെദർ ഇറ്റ് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇനി നമുക്ക് ചെറുതായിട്ട് ഒരാളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് നല്ല പൊളൈറ്റ് ആയിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കും, ഹാർഷ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാണ്ട് വി ഷുഡ് ബി ഓൾവേസ് പൊളൈറ്റ് അല്ലെ, ഹമ്പിൾ ആയിട്ട് വേണം നമ്മൾ എല്ലാവരോടും സംസാരിക്കാൻ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ഇപ്പൊ ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യണം ആരോടെങ്കിലും, നമ്മൾ അതിന് യൂസ് ചെയ്യണമെന്ന് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു ഫ്രേസ് ആണ് വില്ല് ചേർത്തിട്ട്, വിൽ യു ചേർത്തിട്ട് നമ്മൾ ചോദിക്കും. അപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പാസ് ദ സോൾട്ട് വിൽ യു. അപ്പൊ ആ സോൾട്ട് ഒന്ന് പാസ് ചെയ്യാമോ, വിൽ യു. അപ്പൊ ഒന്നും കൂടി ഹമ്പിൾ ആയിട്ട്, അത് നെഗറ്റീവാ പോസിറ്റീവ്, ഇതിന്റെ ആൻസർ ചിലപ്പോ അവിടെ ഇരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പറയാം, യെസ് എന്ന് പറയാം അല്ലെങ്കിൽ നോ എന്ന് പറയാം. എന്നാലും നമ്മൾ ചോദിക്കുമ്പോൾ ഏറ്റവും ഹമ്പിൾ ആയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. അപ്പൊ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിൽ യു ആഡ് ചെയ്തിട്ട് റിക്വസ്റ്റ് ചോദിക്കും. പാസ് ദ സോൾട്ട് വിൽ യു. അതുപോലെ തന്നെ അടുത്ത ഡോണ്ട് ബി ലേറ്റ് ഫോർ ദ ക്ലാസ്, ഡോണ്ട് ബി ലേറ്റ് ഫോർ ദ ക്ലാസ്. അപ്പൊ ക്ലാസ് ലേറ്റ് ആയിട്ട് വരരുത്, ഒരിക്കലും ലേറ്റ് ആയിട്ട് വരരുത് കേട്ടാ, വിൽ യു. അപ്പൊ അപ്പോഴും നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം വിൽ യു. ടേക്ക് എ കപ്പ് ഓഫ് ടീ, വിൽ ഓർ വോണ്ട് യു. അപ്പൊ അതുപോലെ റിക്വസ്റ്റ് ഒക്കെ ചെയ്യാൻ വിൽ യു, അതിന് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം ആൻസർ, എന്നാലും നമ്മൾ റിക്വസ്റ്റ് ചെയ്യണതാണ് വിൽ യു എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണത്. പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്നത് ആഫ്റ്റർ എ നെഗറ്റീവ് ഇമ്പറേറ്റീവ് വിൽ യു ഇസ് യൂസ്ഡ്. ഇനി നേരത്തെ പറഞ്ഞത് പറഞ്ഞു, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമുക്ക് വിൽ യു യൂസ് ചെയ്യാം. പിന്നെ അതൊന്നും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. ആഫ്റ്റർ നെഗറ്റീവ് ഇമ്പറേറ്റീവിലും നമുക്ക് വിൽ യു യൂസ് ചെയ്യാൻ പറ്റും. ഡോണ്ട് ഫോർഗെറ്റ് വിൽ യു, നേരത്തെ തന്ന എക്സാമ്പിളിലും ഉണ്ടായിരുന്നു ഡോണ്ട് ബി ലേറ്റ് ഫോർ ദ ക്ലാസ് വിൽ യു. ഇപ്പൊ പോസിറ്റീവ് സെന്റൻസിലായാലും ഇപ്പൊ പാസ് ദ സോൾട്ട്, അത് പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് അല്ലേ, അപ്പൊ അതിൽ നമുക്ക് വില്ല് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കേസസിലും നമുക്ക് വില്ല് യൂസ് ചെയ്യാം. രണ്ടിലും യൂസ് ചെയ്യാൻ പറ്റണം റിക്വസ്റ്റ് ആണല്ലോ നമ്മൾ, രണ്ടിലും യൂസ് ചെയ്യണതിലുണ്ട് കുഴപ്പമില്ല. വില്യു എന്ന് പറയുന്ന ഫ്രേസ്. ഓക്കെ, ദെൻ തേർഡ് വൺ, വിച്ച് അപ്പീൽ ഓർ പെറ്റീഷൻ വി യൂസ് വോണ്ട് യു. പിന്നെ വിത്ത് അപ്പീൽ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പെറ്റീഷൻ പോലെ അതിന് നമ്മൾ ഇത്രയും കൂടെ ഫോർമലി ആയിട്ട് ഇത്രയും കൂടെ നല്ലതാണ് വോണ്ട് യു. കേട്ടോ, നമുക്ക് എന്തെങ്കിലും അത് അത്യാവശ്യമായിട്ട് വേണം, നമുക്കത് നെഗറ്റീവ് ആവാതിരിക്കണം, നമുക്ക് അതാണ്. ഇപ്പൊ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്, അത് നമുക്ക് നമ്മുടെ അവിടുന്ന് നമുക്ക് കിട്ടേണ്ട ആൻസർ നോ ആയിരിക്കരുത്, യെസ് എന്നുള്ളത് തന്നെ ആയിരിക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് കൂടുതലും വോണ്ട് യു യൂസ് ചെയ്യാം. ഇപ്പൊ വിൽ യു എന്ന് പറയണം വോണ്ട് യു എന്ന് പറയണേലും നമ്മൾ യൂസ് ചെയ്യണതിനനുസരിച്ച് ചെറിയ ചെറിയ ഡിഫറൻസസ് വരും എന്നാണ് നമ്മുടെ ഈ പോർഷനിൽ പറയണത്. ഇപ്പൊ വിൽ യു നെഗറ്റീവ് ആവാം, ആൻസർ പോസിറ്റീവ് ആവാം. ഇപ്പൊ വോണ്ട് യു എന്ന് പറയുമ്പോൾ നമ്മളൊരു അപ്പീൽ അല്ലെങ്കിൽ ഒരു പെറ്റീഷൻ, നമുക്ക് എന്തായാലും ആൻസർ ഒരു നോ എന്ന് കിട്ടരുത്, അതിനു വേണ്ടി നമ്മൾ പൊളൈറ്റ് ആയിട്ട് ചോദിക്കണം ഒരു ഫ്രേസ് ആണ് വോണ്ട് യു. വോണ്ട് യു, സ്റ്റാൻഡ് അപ്പ് പ്ലീസ് വോണ്ട് യു, അതിന് നമുക്ക് വോണ്ട് യു യൂസ് ചെയ്യാം. ബി കെയർഫുൾ വെൻ യു സ്റ്റാൻഡ് അപ്പ് പ്ലീസ് എന്ന് പറഞ്ഞാൽ എണീക്കാൻ, ഒന്ന് എണീക്കാൻ. ദെൻ ബി കെയർഫുൾ വെൻ യു ക്രോസ് ദ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ യു ഷുഡ് ബി കെയർഫുൾ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ വോണ്ട് യു. ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലോസ് ദ ഡോർ, വോണ്ട് യു. ഇതെല്ലാം നമുക്ക് നമ്മൾ യൂസ് ചെയ്യണതിനനുസരിച്ച് നമ്മ ടോക്ക് ചെയ്യുന്നതിന്റെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. അപ്പൊ നമുക്ക് ഇത് റിക്വസ്റ്റ് പറയണതും നമുക്ക് കിട്ടേണ്ട ആൻസറും ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഈ പറയണതൊക്കെ എല്ലാം കേട്ടാ. അല്ലാണ്ട് ഇപ്പൊ പാസ് നമുക്ക് ആൻസർ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇത് കൊടുക്കാം. വിൽ യു യൂസ് ചെയ്യാം, അതേപോലെ വോണ്ട് യു യൂസ് ചെയ്യാം. അതാണ് ഇമ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഈ വിൽ യുയും വോണ്ട് യു ഒക്കെ റിക്വസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ വേർഡ്സ്, അതൊക്കെയാണ് ഇമ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടാ. ഇപ്പൊ വിൽ യു വോണ്ട് യു പൊളൈറ്റ് ആയിട്ട് പറയണ രണ്ട് ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഫ്രേസ് ആണത്, പൊളൈറ്റ് ആയിട്ട് പറയണത്. ഇനി അടുത്ത കുറച്ച് വേർഡ്സ് ഉണ്ട്. വിത്ത് ഇമ്പറേറ്റീവ്സ് ദാറ്റ് ഷോ കമ്പൽസറി ഓർ ദ സെൻസ് ഓഫ് റിബ്യൂക്ക് വി യൂസ് കാണ്ട് യു. ഇനി നമുക്ക് ഇത്തിരി കമ്പൽസറി ആയിട്ട് പറയണം, ഇത്തിരി കൂടെ സ്റ്റേൺ ആയിട്ട് നമുക്ക് പറയണം. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാൻ ഇത്തിരി സ്റ്റേൺ ആയിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ നമുക്ക് കാണ്ട് യു യൂസ് ചെയ്യാം. അപ്പൊ കണ്ട വിൽ യു വോണ്ട് യു കാണ്ട് യു ഒക്കെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ മീനിങ്ങിൽ നിന്നല്ല, നമ്മൾ ആ യൂസ് ചെയ്യണ സെന്റൻസസിൽ ഒപ്പം നമ്മൾ ഇത് പറയുമ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ, പക്ഷെ അതിന്റെ ടോൺ മാറും. അതേപോലെ അതിന്റെ സെൻസ് ഓഫ് നമ്മൾ എന്താണ് നമ്മൾ അതിന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഇതിൽ നോക്കി നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നമുക്കത് പറയണം, നമുക്കത് വേണം, നമുക്ക് കാണ്ട് യു യൂസ് ചെയ്യാം. ലൈക്ക്
കം ടു ദ ക്ലാസ് ഇൻ ടൈം, കാണ്ട് യു. അപ്പം ഇത് പറയണേ ക്ലാസ്സിൽ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് വന്ന ഒരു കുട്ടീനോട് നമ്മൾ ടീച്ചർ പറയണേന് അപ്പോൾ കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ വരണം. നമുക്ക് അപ്പൊ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് അവിടെ കാണ്ട് യു യൂസ് ചെയ്യാം. ദെൻ യൂസ് യുവർ ടൈം യൂസ്ഫുള്ളി, ടൈം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. കാണ്ട് യൂസ് ചെയ്യാം. ഗിവ് മി എ കപ്പ് ഓഫ് ടീ, കാണ്ട് യു. ഇപ്പൊ നമ്മ നേരത്തെ പറഞ്ഞ പോലെ ഗിവ് മി എ കപ്പ് ഓഫ് ടീ, വിൽ യു ആണ് ഞാൻ പറയണെങ്കിൽ പൊളൈറ്റ് ആയിട്ടാണ് പറയുന്നത്. അത് വേണമെങ്കിൽ നോ എസ് ആവും. ഇപ്പൊ കാണ്ട് യു എന്ന് പറയുമ്പോൾ ഇതിലൂടെ സ്ട്രിക്റ്റ് ആയിട്ട് ഇത്തിരി കമ്പൽസറി ആയിട്ട് നമ്മളത് പറയണേന് ആസ് എ ടീച്ചർ ഓർ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്ട്രിക്ട് പേഴ്സൺ പറയണത് ആണ് ആ കാണ്ട് യു, വിൽ യു. അപ്പൊ എപ്പോഴും പൊളൈറ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ വിൽ യു, വോണ്ട് യു ഒക്കെ യൂസ് ചെയ്യും. ഇത്രയും കൂടെ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം, അല്ലെങ്കിൽ അത് നമുക്ക് നമ്മൾ പറയുന്ന ആള് ചെയ്തിരിക്കണം എന്നുള്ള കമ്പൽസറി ആയിട്ടുള്ള കണ്ടീഷൻസിൽ വി ക്യാൻ യൂസ് കാണ്ട് യു കേട്ടാ. അപ്പൊ വിൽ യു, വോണ്ട് യു, കാണ്ട് യു. അപ്പൊ 3 ഇത് നോക്കി നമ്മൾ എങ്ങനെയാന്നുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ടാഗ്സ് വിച്ച് ഡിമാൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഹാവ് കമാൻഡ് അഗ്രിമെന്റ് വിത്ത് ദ ഫോളോയിങ് പിച്ച്. ഇനിയിപ്പോ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിച്ചില്ലേ, അപ്പം നമ്മുടെ ഫോളിംഗ് പിച്ച്, റൈസിംഗ് ടോൺ ആൻഡ് ഫോളിംഗ് ടോൺ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന അനുസരിച്ച് ഇത്തിരി ഒച്ച ഉയർത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അതെന്താ, നമ്മൾ എന്തെങ്കിലും കമാൻഡ് ചെയ്യണം, നമ്മൾ അത് ചെയ്യരുത്. നമ്മൾ ഇത്തിരി ഒച്ച ഉയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ കമാൻഡ്. നമ്മൾ അത് നമുക്ക് കമ്പൽസറി ആയിട്ട് പറയാം. പിന്നെ അതേപോലെ നമുക്ക് സ്വരം താഴ്ത്തിയും പറയാം. അതാണ് റൈസിംഗ് ടോൺ, ഫോളിംഗ് ടോൺ. അത് തന്നെയാണ് ഫോളിംഗ് പിച്ച്, റൈസിംഗ് പിച്ച് ഒക്കെ. അപ്പൊ നമ്മള് ഈ ക്വസ്റ്റ്യൻ ടാഗ്സ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണത് എന്നുള്ള നമ്മുടെ ടോണിലും ഫോളിംഗ് പിച്ചിലൊക്കെ അനുസരിച്ച് അതിന്റെ വ്യത്യാസങ്ങൾ വരാം. ഇപ്പൊ കമാൻഡ് ചെയ്യണതാണ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യണതാവാം, അല്ലെങ്കിൽ ഇത്തിരി കൂടെ പൊളൈറ്റ് ആയിട്ട് പറയണതാവാം, കമ്പൽസറി ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറയണതാവാം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റത്തെ അകത്ത് ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ ആൻസർ, നോന്ന് ക്വസ്റ്റ്യൻ വന്ന തരം ക്വസ്റ്റ്യൻസ് ആണ്. ദേ ബിഗിൻ വിത്ത് വൺ ഓഫ് ദ ഹെൽപ്പിംഗ് വേർബ്സ്. നമ്മൾ പഠിച്ച ആ ഹെൽപ്പിംഗ് വേർബ്സ് ഇല്ലേ, ഇസ്, ആർ, വാസ്, വേർ, വിൽ, ക്യാൻ ഡു, അങ്ങനത്തെ ആ ഓക്സിലറി വേർബ്സ് ഇല്ലേ, കുറെ അങ്ങനത്തെ ഹെൽപ്പിംഗ് വേർബ്സ് നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അതൊക്കെ വെച്ച് തുടങ്ങണ ആൻസേഴ്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ, യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പല ടൈപ്പുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ ഇനി നോക്കാൻ പോകുന്നു. അപ്പൊ ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ആൻസർ ഒന്നെങ്കിൽ യെസ് ആകാം അല്ലെങ്കിൽ നോ ആകാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് എപ്പോഴും ഈ ഹെൽപ്പിംഗ് വേർബ്സ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ യെസ് ഓർ നോ ആൻസർ ആയിട്ട് കിട്ടണത്. ഹെൽപ്പിംഗ് വേർബ്സ് ഏതൊക്കെയായിരുന്നു ഹെൽപ്പിംഗ് വേർബ്സ്? ഹെൽപ്പിംഗ് വേർബ്സ് ഏതൊക്കെയായിരുന്നു? ഇസ്, ആറ്, വില്ല്, അങ്ങനത്തെ വേർബ്സ് കേട്ടാ ഹെൽപ്പിംഗ് അങ്ങനത്തെ ഹെൽപ്പിംഗ് വേർബ്സ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് കൊടുത്തേക്കണം, നോക്കിക്കേ. വിൽ യു കം ടുമോറോ, നാളെ വരുന്നുണ്ട്. ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് ഏതാ? വിൽ യു കം ടുമോറോ? നാളെ വരൂ എന്നാണ് ചോദിക്കുന്നത്. വിൽ യു കം ടുമോറോ? വിൽ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് അല്ലേ, വില്ല്. അപ്പൊ വില്ല് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പൊ നാളെ വരൂ, ഫ്യൂച്ചറിലുള്ള കാര്യം ചോദിക്കുന്നത്. ടുമോറോ, നാളെ വരൂ. അപ്പൊ ആൻസർ യെസ് അല്ലെങ്കിൽ നോ ആവാം. ദെൻ അതേപോലെ അടുത്തത് നോക്കിക്കേ. ഇസ് ദെയർ എനിവൺ ഇൻ ദ റൂം? അവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് ഇസ് ആണ്. അപ്പൊ ഇസ് ദെയർ എനിവൺ ഇൻ ദ റൂം? ഇസ് ദെയർ എനിവൺ ഇൻ ദ റൂം? ആരെങ്കിലും റൂമിലുണ്ടോ? യെസ് ആകാം, നോ ആവാം. അതേപോലെ തന്നെയാണ് ക്യാൻ യു സിങ്? ക്യാൻ യു സിങ്, നിങ്ങൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ക്യാൻ യു സിങ്? അവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് ക്യാൻ. ഡു ദേ ഗോ ഔട്ട് ഫോർ എ വോക്ക്? അവര് നടക്കാനൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ പോവാറുണ്ടോ എന്ന് ചോദിക്കാം. ഡു ദേ. അപ്പൊ കണ്ട ഹെൽപ്പിംഗ് വേർബ്സ് വെച്ച് തുടങ്ങണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ യെസ് ഓർ നോ ആൻസേഴ്സ് കിട്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ. വിൽ യു കം ടുമോറോ? അവിടെ വില്ല്. ഇസ് ദെയർ എനിവൺ ഇൻ ദ റൂം? ക്യാൻ യു സിങ്? ഡു ദേ ഗോ ഔട്ട് ഫോർ എ വോക്ക്? ഇതിനൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ആൻസർ യെസ് അല്ലെങ്കിൽ നോ വരും. ഓക്കെ, അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇനി WH ക്വസ്റ്റ്യൻസ്. WH അടുത്തതാണ് WH ക്വസ്റ്റ്യൻസ്. WH അതായത് ഏതൊക്കെ വരാം? വാട്ട്, വേർ, വിച്ച്,
അങ്ങനെയൊക്കെ ഡബ്ല്യു വെച്ചിട്ട് സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതാണ് WH ക്വസ്റ്റ്യൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ്. വാട്ട് ഇസ് യുവർ നെയിം, വോട്ട്, വേറ്, വൈ, ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് അതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ വാട്ട് ഇസ് യുവർ നെയിം, എന്താണ് നിങ്ങളുടെ പേര്, വേർ ഇസ് യുവർ ഹൗസ്, എവിടെയാണ് ഹൗസ്, എവിടെയാണ്, വൈ ഡു യു ഗോ ടു ഹോസ്പിറ്റൽ, എന്തിനാണ്, വൈ എന്ന് വെച്ചാൽ എന്തിനാണ് ടു ഹോസ്പിറ്റൽ. അപ്പൊ ഇതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ്. ഇത് ഈ WH വെച്ച് സ്റ്റാർട്ട് ചെയ്യണ കുറച്ച് വേർഡ്സ്. വാട്ട്, വേറ്, വൈ, ഇങ്ങനെ WH ഇതേക്കണ എല്ലാം WH ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന് ഒറ്റ വേർഡിൽ ആൻസർ പറയാണ്ട് നമുക്ക് ഇതിന് ഒരു സെന്റൻസ് ഫോമിൽ കിട്ടും. ഇപ്പൊ വാട്ട് ഈസ് യുവർ നെയിം, അതിന്റെ ആൻസർ എന്തായിരിക്കും, ഞാനാണെങ്കിൽ പറയണേ, എന്നോടാണ് ചോദിക്കുക മൈ നെയിം ഇസ് നാസ്ഫിയ. അങ്ങനെ അപ്പൊ കണ്ട സെന്റൻസിലാണ് വരുന്നത്. മറ്റത് വിൽ യു കം ടുമോറോ, നമ്മൾ ഒന്നെങ്കിൽ യെസ് പറയും അല്ലെങ്കിൽ നോ പറയും. യെസ് ഐ വിൽ കം ടുമോറോ, അല്ലെങ്കിൽ നോ ഐ വോണ്ട് കം ടുമോറോ. അപ്പൊ യെസ് അല്ലെങ്കിൽ നോ പറയണ ആൻസേഴ്സ് ആണ് ആദ്യത്തെ. രണ്ടാമത്തെ പോർഷനാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ സെക്ഷനിൽ WH ക്വസ്റ്റ്യൻസ്, അത് സെന്റൻസ് ഫോമിൽ ആൻസർ കിട്ടും. ഇപ്പൊ വാട്ട് ഇസ് യുവർ നെയിം, വേർ ഇസ് യുവർ ഹൗസ്, എവിടെയാണ് ഹൗസ്, എവിടെയാണ് ചോദിക്കുമ്പോൾ നമുക്ക് യെസ് ഓർ നോ പറയാൻ പറ്റില്ല, കറക്റ്റ് ഇത് പറയണ്ടേ എവിടെയെന്നുള്ളത്. വേർ ഇസ് യുവർ ഹൗസ്, മൈ ഹൗസ് ഇസ് ഇൻ കളമശ്ശേരി, എറണാകുളം, എവിടെയെങ്കിലും. ഓക്കെ. ദെൻ വൈ ഡു യു ഗോ ടു ഹോസ്പിറ്റൽ, ഇതും സെന്റൻസ് ഫോമിലുള്ള ആൻസർ വരണം അല്ലെ. വൈ ഡു യു, എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത്, ബിക്കോസ് ഐ ഗോ ടു, അല്ലെങ്കിൽ പാസഞ്ച് പറയാം, വെന്റ് യൂസ് ചെയ്ത് ഐ വെന്റ് ടു എ ഹോസ്പിറ്റൽ ബിക്കോസ് ഐ വാസ് ഇൽ. അങ്ങനെ സെന്റൻസിൽ ആൻസർ വരുന്ന അതാണ് WH ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസിൽ ആൻസർ വരും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് യെസ് അല്ലെങ്കിൽ നോ വെച്ചിട്ട് ആൻസേഴ്സ് വരുന്നതും, അതുപോലെ അത് സ്റ്റാർട്ട് ചെയ്യണത് ഹെൽപ്പിംഗ് വേർബ്സ് വെച്ചിട്ടാണ്. ഓക്കെ. അടുത്തത് ആസ്കിങ് അബൌട്ട് ദ പ്ലേസ്. ഇനി വേറെ ഒരു ടൈപ്പ്, എവിടെയെങ്കിലും ഒരു പ്ലേസിനെ കുറിച്ച് ചോദിക്കണേ. ഇപ്പൊ നമ്മൾ പഠിച്ച ഈ WH ക്വസ്റ്റ്യൻസിന്റെ പോലെ തന്നെ കേട്ടോ ഇതും. ഇപ്പൊ ഒരു പ്ലേസ് ആണ് നമുക്ക് വേണ്ടെന്നെങ്കിൽ, അപ്പൊ നമ്മൾ എപ്പോഴും വേർ യൂസ് ചെയ്യും. വേർ കൂടുതലും യൂസ് ചെയ്യണത് പ്ലേസ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേർ എന്ന് പറയുന്നത് WHERE യൂസ് ചെയ്യണത് കേട്ടോ. വേർ യു, വേർ യു ബോൺ. കണ്ട ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ രണ്ട് വേറുണ്ട്. ആദ്യത്തെ വേറെ ക്വസ്റ്റ്യൻ WH ഇൻട്രോഗേറ്റീവിന്റെ പ്രോണൗൺ ആണത്, WHERE, ആ വേർ. മറ്റേ വേർ എന്ന് പറയണതാ രണ്ടാമത്തെ ഈ വേർ, ഇതെന്താണത്, WERE, പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ഓഫ് വാസ്, അല്ല സോറി, ആറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഈ വേർ. അപ്പൊ രണ്ട് വേർ വന്നിട്ടുണ്ട്. വേർ യു ബോൺ, മറ്റേത് വേർ നമ്മൾ പറയും, ഇത് വേർ യു ബോൺ, എവിടെയാണ് ജനിച്ചത് എന്നിട്ട് ചോദിക്കുന്നത്. അപ്പൊ യു ആയതുകൊണ്ടാണ് അവിടെ വേർ വന്നത്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന സെന്റൻസിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സബ്ജക്റ്റിന്റെ ഒപ്പം ഏത് വേർബാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കണം. പല ടൈപ്പിലും വേർബ്സിന് ചേഞ്ച് വരുന്നുണ്ട്. ഒരു സെന്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ വേർബ് എന്ന് പറയുന്നത്. അതിന് ടൈം ആയിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും, അതുപോലെ നമ്പർ ആയിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെ കണ്ട അപ്പൊ അത് വേർബ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇൻ ദ സെന്റൻസ്. വേർ യു ബോൺ, അപ്പൊ ഈ സെന്റൻസിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും, യു സിംഗുലർ ആവാ, രണ്ട് കേസ് ഉണ്ട്, സിംഗുലർ ആവാ പ്ലൂറൽ ആവാ. ദെൻ ഇറ്റ് ഇസ് ഇൻ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസിലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ. അടുത്തത് നോക്കിക്കേ, വേർ ആർ യു കമ്മിങ് ഫ്രം, എവിടുന്നാ നീ വരുന്നേ എന്നാണ്. അപ്പൊ വേർ ആർ യു, അപ്പോഴും ഒരു പ്ലേസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത് ഏതാ, ആർ യു കമ്മിങ് ഫ്രം, ആർ യു കമ്മിങ് ഫ്രം, വേർ ആർ യു കമ്മിങ് ഫ്രം. പിന്നെ വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ, ഇതും പാസ്റ്റ് ടെൻസിൽ തന്നെയാണ്, ഡിഡ് ഗോ. വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ, ഇന്നലെ എവിടെയാണ് പോയത് എന്നാണ് ചോദിക്കുന്നത്. അതും ഒരു പ്ലേസ് പറയണമല്ലോ, അതുകൊണ്ടാണ് വേറെല്ലാം അവിടെ വന്നേക്കുന്നത്. ഇനി വേർ വിൽ യു മീറ്റ് ഹെർ, അവിടെ വില്ല് കണ്ട, അപ്പം വില്ലായപ്പോ അത് ഫ്യൂച്ചറിലേക്ക് വന്നേക്കണേ. അപ്പൊ വേർ ക്യാൻ ഐ ഗോ, ഇതും അത് പ്രസന്റില് കേട്ടോ. അപ്പൊ ഒരു സെന്റൻസിൽ അതിന്റെ ടെൻസ് തീരുമാനിക്കുന്നതും നമ്പർ തീരുമാനിക്കുന്നതൊക്കെ ഈ വേർബ്സിന് കഴിയും.
ഓക്കെ. അപ്പോൾ എല്ലാവരും ഓരോ നമ്മളിങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഏതാണ് ഇതിലെ വേർബ്, ഏത് നൗണ് നമ്മൾ പഠിച്ചുകൊണ്ട് ഏതാണ് ഇതിന്റെ നൗണ്, ഏതാണ് ഇതിലെ പ്രോണൗൺ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒരു സെന്റൻസ് കാണുമ്പോൾ എല്ലാം ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ അതാണ് പ്ലേസ്. പ്ലേസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വേറ് പറയാം. ബട്ട് യെസ് ഓർ നോ ആണെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ WH ക്വസ്റ്റ്യൻസ് അതാണെങ്കിൽ സെന്റൻസ് ഫോമിലുള്ള ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിയുള്ളതാണ് ഈ WH ക്വസ്റ്റ്യൻസ്. പിന്നെ പ്ലേസ് ആണ് നമുക്ക് അറിയണ്ടെങ്കിൽ നമ്മൾ വേർ യൂസ് ചെയ്യും. ഇനി അടുത്തത് ആസ്കിങ് അബൌട്ട് ദ ടൈം. ടൈം ആണ് ഇനി നമുക്ക് അറിയാം. ഇപ്പൊ നമ്മൾ പ്ലേസ് പറഞ്ഞ് നമുക്ക് ടൈം ആണ് അറിയണ്ടെങ്കിൽ നമ്മൾ അവിടെ വെൻ യൂസ് ചെയ്യും. വെൻ ആണ് നമുക്ക് ടൈം അറിയണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പൊ ഒരു ടൈമാണ്, ഒരു പെർട്ടിക്കുലർ ടൈമിനെ കുറിച്ചാണ് നമുക്ക് അറിയണമെങ്കിൽ വി ക്യാൻ ആഡ് ദ വേർഡ് വെൻ. നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെൻ വെച്ചിട്ടായിരിക്കും. വെൻ വേർ യു ബോൺ. വെൻ വേർ യു ബോൺ. അടുത്ത വേർബ് വേർ. ദെൻ വെൻ ഡിഡ് യു കം ഹിയർ. എപ്പോഴാണ് വന്നത്, ഡിഡ്. ദെൻ വെൻ വിൽ യു മീറ്റ് ഹിം. എപ്പോഴാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈമാണ് വെൻ എന്ന് പറയുന്ന വേർഡ് ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുമ്പോൾ പെർട്ടിക്കുലർ ടൈം. വേറെ ആണെങ്കിൽ പ്ലേസ് കേട്ടോ. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. റീസൺ. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ വൈ വെച്ചിട്ട്, വൈ ഡു യു ഗോ ടു ഹോസ്പിറ്റൽ, എന്തിനാണ് പോയതെന്ന് ചോദിക്കുന്നില്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ റീസൺ വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് വൈ. വൈ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാറുള്ളത്. വൈ എന്ന് പറയുമ്പോൾ വി ആർ ഇൻ നീഡ് ഓഫ് എ റീസൺ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ കറക്റ്റ് റീസൺ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വൈ യൂസ് ചെയ്യാറ്. ഇപ്പൊ വൈ ഡു യു ഗോ ദർ, എന്തിനാ അവിടെ പോയത്. വൈ ഡു യു ഗോ ദർ. പിന്നെ ഇപ്പൊ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ സെന്റൻസ് നോക്കി, വൈ ഡു യു. ഇപ്പൊ നമ്മൾ ഈ ഡൂവും ഗോവും, ഇപ്പൊ ഡൂ എന്ന് പറയുന്ന ഒരു ഇത് ഒരു സെന്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡൂവിന്റെ അതേ ഫോം തന്നെ നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യാൻ പാടും. ഇപ്പൊ ഡൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെന്റ് ഒന്നും യൂസ് ചെയ്യരുത്. ഡൂ ഫോമിലുള്ള വേർഡ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഡിഡ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ, ഡിഡ് ആണ്, ഡിഡ് ആണെങ്കിലും അതിന്റെ പ്രസന്റ് ഫോമിലുള്ള ഫോം ആണ് നമ്മൾ എഴുതേണ്ടത്. ഡിഡ് വരുമ്പോൾ നമ്മൾ കെയിം ഒന്നും എഴുതി പോരുത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ കണ്ട, വെൻ ഡിഡ് യു കം ഹിയർ. വെൻ ഡിഡ് യു അതിന്റെ പ്രസന്റ് ഫോം, ഒറിജിനൽ ഫോം ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഈ ഡിഡും ഡു ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ അതാണ് ട്ടോ അവിടെ യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രീനില് ഇല്ലാത്തതാണോ പറയണേ? സ്ക്രീനിൽ അത് പറയണ കാണില്ല. ഇല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വന്നപ്പോ ഞാൻ അതിൽ നിന്നൊന്നും എടുത്ത് പറഞ്ഞെന്നുള്ളൂ. എക്സ്ട്രാ ഇൻഫോർമേഷൻ പറഞ്ഞെന്നുള്ളൂ, അല്ലാണ്ട് നിങ്ങളുടെ നോട്ട്സിൽ അതൊന്നും ഇല്ല. ഓക്കെ. ഓരോ സെന്റൻസ് നമ്മൾ കാണുമ്പോൾ നോട്ട്സിൽ ഇൻക്ലൂഡ് ആവാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. അത് ഞാൻ ജസ്റ്റ് എക്സ്ട്രാ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ. അടുത്തത് നോക്കി, വൈ കാണ്ട് യു ഡു ഇറ്റ്. എന്താ നിനക്കത് ചെയ്യാൻ പറ്റാത്തെ. വൈ കാണ്ട് യു ഡു ഇറ്റ്. വൈ കാണ്ട് യു. അപ്പൊ അത് നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. വൈ കാണ്ട് യു ഡു ഇറ്റ്. കാണ്ട് വന്നിട്ടുണ്ട്, അത് നെഗറ്റീവ് സെന്റൻസ്. അടുത്തത് വൈ ഇസ് ഷീ റണ്ണിങ്. അവൾ എന്തിനാ കിടന്ന് ഓടണേ. റണ്ണിങ്, അവൾ എന്തിനാ ഓടുന്നത് എന്നാണ് ചോദിക്കുന്നത്. വൈ. അപ്പൊ ഇതെല്ലാം റീസൺ ഡിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റീസൺ വേണ്ടെങ്കിൽ നമ്മളിവിടെ വൈ യൂസ് ചെയ്യും. ദെൻ വൈ ഡു യു ഗോ ഫോർ കൊമേഴ്സ്. ഇവിടെ ഈ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മീനിങ് വരാം. വേണമെങ്കിൽ ടോപ്പിക് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനത്തെ ഒക്കെ ഇതല്ലേ അത്. അതിന് എന്തിനാണ് പോയെന്ന് ചോദിക്കുന്നത്. അപ്പൊ വൈ യൂസ് ചെയ്യണത് റീസണ് വേണ്ടി. ടൈം ആണ് നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ടൈം ആണ് അറിയേണ്ടെങ്കിൽ നമ്മൾ വെൻ യൂസ് ചെയ്യും. ദെൻ പ്ലേസ് ആണെങ്കിൽ നമ്മൾ വേർ യൂസ് ചെയ്യും കേട്ടാ. അപ്പൊ അതൊക്കെയാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ആണ് നമുക്ക് അറിയണ്ടെങ്കിൽ ഹൗ ഫാർ ആണ് നമ്മൾ യൂസ് ചെയ്യണത്. ഡിസ്റ്റൻസ്, ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് അറിയണ്ടെങ്കിൽ ഹൗ ഫാർ യൂസ് ചെയ്യാം. അപ്പൊ ഹൗ ഫാർ ഡു യു ട്രാവൽ എവറി ഡേ. എല്ലാ ദിവസവും എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു വർക്ക് പ്ലേസിലേക്ക് വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പൊ ഹൗ ഫാർ ഡു യു ട്രാവൽ എവറി ഡേ മീൻസ് നീ എത്ര ട്രാവൽ ചെയ്തിട്ടാണ് എല്ലാ ദിവസവും എത്തണത്, അല്ലെങ്കിൽ എത്ര ദിവസം നീ ട്രാവൽ ചെയ്യണത്, എത്ര
എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് അതാണ് അവിടെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത കാര്യമാണ് ഹൗ ഫാർ യൂസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ അടുത്തത് ഹൗ ഫാർ ഇസ് എറണാകുളം ഫ്രം യുവർ സ്കൂൾ. ഹൗ ഫാർ എത്ര ദൂരം ഉണ്ടെന്ന് എറണാകുളം നിങ്ങളുടെ സ്കൂളിൽ തമ്മിൽ എത്ര ദൂരം ഉണ്ടെന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ ആ ഡിസ്റ്റൻസ് ആ ദൂരം ഡിസ്റ്റൻസ് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഹൗ ഫാർ യൂസ് ചെയ്യാം. ഹൗ ഫാർ യൂസ് ചെയ്യാം. ദെൻ അടുത്തത് ഇനി ഡ്യൂറേഷൻ ഓഫ് ടൈം. ഇനി നേരത്തെ ടൈം ഒരു പെർട്ടിക്കുലർ ടൈം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമാണ് നമ്മൾ വെൻ യൂസ് ചെയ്യുക. ഇനി കുറച്ച് ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 9 മണി തൊട്ട് ഒരു 10 മണി വരെ അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതൊക്കെയാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഒരു സമയം തൊട്ട് ഒരു സമയം വരെ. നമുക്ക് അങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ അങ്ങനെയാണ് നമുക്ക് ആൻസർ വേണ്ടത്. കറക്റ്റ് ഡ്യൂറേഷൻ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഹൗ ലോങ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹൗ ലോങ് ഫസ്റ്റത്തെ ഇത് നോക്കിക്കേ. ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് സ്പാനിഷ്. ഇപ്പൊ എത്ര നാളെ നീ സ്പാനിഷ് പഠിക്കണത്. അപ്പൊ ഒരു ഒറ്റ ടൈം അല്ല നമുക്ക് വേണ്ടത്, എത്ര നാളായി. ചിലപ്പോൾ 4 months അല്ലെങ്കിൽ 6 months ആയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ആൻസർ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് സ്പാനിഷ്. അല്ല ഒരു ഡ്യൂറേഷൻ എത്ര നാളായി എന്നുള്ളതാണ്. അടുത്ത നോക്കിയേ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ക്വിലൻ. അത് മെയിൻലി ഒരു പ്ലേസ് ആണ്. അപ്പൊ എത്ര സമയം എടുക്കും ആ പ്ലേസ് എത്തണമെങ്കിൽ. ആ പ്ലേസ് എത്തണമെങ്കിൽ എത്ര സമയം എടുക്കും. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആൻസർ വരിക? മേ ബി 2 to 3 hours, ഒരു 4 to 5 hours എന്നുള്ള ആൻസർ വരണ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. അടുത്ത് നോക്കിയേ. ഹൗ ലോങ് വിൽ യു വെയിറ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി നീ എത്ര സമയം വെയിറ്റ് ചെയ്യാം എന്ന് പറയണം. അപ്പോഴും ഒരു ഒറ്റ ടൈം അല്ല വേണ്ടത്, കുറച്ച് ഒരു ഡ്യൂറേഷൻ. അപ്പൊ അതിന് ഹൗ ലോങ് യൂസ് ചെയ്യാം. അപ്പൊ ഒറ്റ ടൈം ആണെങ്കിൽ നമുക്ക് വെൻ യൂസ് ചെയ്യാം. കുറച്ച് ഒരു 8 to 9 ഒരു പെർട്ടിക്കുലർ ഒരു ഡ്യൂറേഷൻ, ഒരു ഇന്ന സമയം തൊട്ട് ഒരു ഇന്ന സമയം വരെ എന്നുള്ള ഒരു മീനിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ, അങ്ങനത്തെ ഒരു ആൻസർ വരേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ വേണ്ടെങ്കിൽ നമുക്ക് ഹൗ ലോങ് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ്. ഇനി ഇത് നോക്കിക്കോ. അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഹൗ ഓഫൻ ഡസ് ഹി വിസിറ്റ് യുവർ ഹൗസ്. ഇനി അതിന്റെ മീനിങ് എന്താ? എത്ര പ്രാവശ്യം, ഇപ്പൊ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം, ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഹൗ ഓഫൺ ഡസ് ഹി വിസിറ്റ് യുവർ. അവൻ എത്ര പ്രാവശ്യം നിങ്ങളുടെ വീട് സന്ദർശിക്കാറുണ്ട്. വിസിറ്റ് യുവർ ഹൗസ്. അപ്പൊ എത്ര പ്രാവശ്യം, ആ ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു കാര്യമാണത്. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഹൗ ഓഫൺ ഡസ് ഹി വിസിറ്റ് യുവർ ഹൗസ്. എത്ര തവണ അവൻ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഹൗ ഓഫൺ എന്ന് പറയണത് അതാണ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യമോ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഹൗ ഓഫൺ യൂസ് ചെയ്യണത്. ഹൗ ഓഫൺ ഡു യു ഗോ ഫോർ ഫിലിം. നീ എങ്ങനെയാണ് എത്ര പ്രാവശ്യമൊക്കെ ഫിലിമിനൊക്കെ പോകും. മേ ബി ഫ്രീക്വന്റ് ആയിട്ട് പോണവരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് വൺസ് ഇൻ എ വീക്ക് പോണവരുണ്ടാവും, അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്ത് പോണവരുണ്ടാവും. അപ്പൊ ആ ഒരു അതിന്റെ ആൻസേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ഹൗ ഓഫൺ യൂസ് ചെയ്യാം. ഹൗ ഓഫൺ ഡു യു ഗോ ടു ചർച്ച്, ടെമ്പിൾ ഓർ മോസ്ക്. അപ്പൊ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോണത് എങ്ങനെയാണ് നിങ്ങൾ പോണത്. ഹൗ ഓഫൺ എത്ര നാൾ കൂടി, ചിലപ്പോൾ വൺസ് ഇൻ എ വീക്ക്. നേരത്തെ അതേപോലെ തന്നെ ആൻസർ വന്നതാണ്. അതാണ് ഹൗ ഓഫൺ. ഫ്രീക്വന്റ്ലി ഒരു 2-3 പ്രാവശ്യം, അല്ലെങ്കിൽ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് പോലെ നമ്മൾ ചെയ്യണ കാര്യങ്ങൾക്ക് ഒക്കെ നമുക്ക് ഈ ഹൗ ഓഫൺ യൂസ് ചെയ്യാം. ഹൗ ഓഫൺ ആണ് അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അതിന് ഹെൽപ്പിംഗ് വേർബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, പ്ലേസിനെ വേറെ യൂസ് ചെയ്യും. ദെൻ പിന്നെ ടൈം മാത്രമാണെങ്കിൽ വെൻ, ഒരു പെർട്ടിക്കുലർ ടൈം മാത്രമാണെങ്കിൽ വെൻ യൂസ് ചെയ്ത് ചോദിക്കാം. നമുക്കൊരു റീസൺ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന്റെ കറക്റ്റ് മറുപടി, കറക്റ്റ് എന്താണ് കാര്യം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഡിസ്റ്റൻസ്, എത്ര ദൂരം ഉണ്ടെന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഹൗ ഫാർ യൂസ് ചെയ്തിട്ട് ചോദിക്കാം. പിന്നെ ഡ്യൂറേഷൻ, ഒരു ഇന്ന സമയം തൊട്ട് ഒരു കുറച്ച് സമയം വരെ, ഒരു ലെങ്തി ടൈം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹൗ ലോങ് ആയിട്ട് യൂസ് ചെയ്യാം. ഹൗ ലോങ് കൊടുത്തിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ കുറെ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗ ഓഫൺ യൂസ് ചെയ്യാം.
ഇനി അടുത്തത് ലാസ്റ്റ് പോർഷൻ നമ്പർ. ഇനി നമ്പർ ആണ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് നമ്പർ ആണ് വേണമെങ്കിൽ ഹൗ മെനി ആപ്പിൾസ് ദെയർ ഇൻ ദ ബാസ്കറ്റ്. അപ്പൊ ഹൗ മെനി കൗണ്ട് ചെയ്യാൻ പറ്റണതിന് നമ്മൾ മെനി കൊടുക്കും. അല്ല മെനി കൊടുക്കുന്നത് കൗണ്ട്. അപ്പൊ ഈ ആപ്പിൾസ് നമുക്ക് ഒരു ബാസ്കറ്റിലുള്ള ആപ്പിൾസ് നമുക്ക് കൗണ്ട് ചെയ്യാം. ഇറ്റ് ഇസ് കൗണ്ടബിൾ നൗൺ. അപ്പൊ അങ്ങനെ അതാണെങ്കിൽ ഹൗ മെനി ആപ്പിൾസ് ആർ ദെയർ ഇൻ ദ ബാസ്കറ്റ്. ബാസ്കറ്റിൽ എത്ര ആപ്പിൾസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഹൗ മെനി. ഹൗ മച്ച് ഇറ്റ് ഡസ് ഇറ്റ് കോസ്റ്റ്. ഇപ്പൊ എന്തെങ്കിലും ഒരു വില, ഒരു സാധനത്തിന്റെ വില ആണ് അറിയണമെങ്കിൽ അത് മണി എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ ആയിട്ട് ഇടുന്നത്. അതാണ് അവിടെ മച്ച് വന്നേക്കുന്നത്. ഹൗ മെനി നമ്മൾ മണി യൂസ് ചെയ്യാൻ പൈസക്ക് മച്ചാണ് ഇങ്ങോട്ട് യൂസ് ചെയ്യുന്നത്. മെനി യൂസ് ചെയ്യണത് കൂടുതൽ കേസസിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റണതും മച്ച് യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിളിനുമാണ്. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളും മണി പൈസയുടെ ഇതാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഹൗ മച്ച് മണി ഡു യു വോണ്ട് കണ്ട അവിടെ ഹൗ മച്ച് എത്ര പൈസയുടെ പറയണത്, എത്ര പൈസ നമുക്ക് വേണം. ഹൗ മച്ച് ഡിഡ് ഹി പേ. എവിടെ മണി വന്നാലും അത് മച്ചാണ് യൂസ് ചെയ്യുന്നത്. മെനി അല്ല മച്ചാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ കാറ് എത്ര രൂപയായി, അവൻ എത്ര പേ ചെയ്ത് എന്നാണ് ചോദിക്കുന്നത്. ഹൗ മച്ച് ഡിഡ് ഹി പേ ഫോർ ദ കാർ. ആ കാറിന് എത്ര പേ ചെയ്ത് എന്നാണ്, വില കൊടുത്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കറക്റ്റ് നമ്പർ അറിയണമെങ്കിൽ നമ്മൾ ഹൗ മെനി അല്ലെങ്കിൽ ഹൗ മച്ച് ഒക്കെ യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് പോസിബിൾ ടു ആസ്ക് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ സെയിം സബ്ജക്ട്. ഇനി ഒരു സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ പല തരത്തിൽ നമുക്ക് ചോദിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ആ കൊടുത്തിരിക്കുന്നത്. വിൽ ദാറ്റ് ബോയ് ബ്രിങ് 3 oranges ടുമോറോ ചോദിക്കണേന് ഒരു ആ പെർട്ടിക്കുലർ ബോയ്, നമ്മൾ ഒരു ദാറ്റ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ കാണിച്ചിട്ട് പറയണേ. ആ ബോയ് അവൻ കൊണ്ടുവരും 3 oranges നാളെ കൊണ്ടുവരുമോ എന്നാണ് ആ ക്വസ്റ്റ്യന്റെ മീനിങ്. വിൽ ദാറ്റ് ബോയ് ബ്രിങ് 3 oranges ടുമോറോ. ആ ബോയ് നാളെ 3 oranges കൊണ്ടുവരുമോ എന്ന് ചോദിക്കണേ. അടുത്ത നോക്കിയേ, വിച്ച് ബോയ് വിൽ ബ്രിങ് 3 apples ടുമോറോ. ഇനി ആരാണ്, കുറച്ച് ബോയ്സ് ഉണ്ടാവും ചിലപ്പോൾ അതില്. അപ്പൊ അതില് ആരാണ് നാളെ 3 apples കൊണ്ടുവരുന്നത്. കണ്ട ആ വില്ല് മാറി അവിടെ ഒരു വിച്ചായിപ്പോ. ബാക്കിയെല്ലാം അവിടെ സെയിം തന്നെ. ആ ക്വസ്റ്റ്യനിൽ മാത്രം ആ വില്ല് മാറി ഒരു വിച്ചായി. അപ്പൊ തന്നെ അവിടെ മീനിങ് മാറി. എന്താ ആദ്യം ചോദിച്ചത്, വിൽ ദാറ്റ് ബോയ് ബ്രിങ് 3 oranges ടുമോറോ. അതിന്റെ ആൻസർ എന്തായിരിക്കും വരണത്? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണത് അല്ലെ. ഒന്നെങ്കിൽ യെസ് വരാം, നോ വരാം. ആ ബോയ് നാളെ കൊണ്ടുവരും. അപ്പൊ ആൻസർ എന്താ? ആ കൊണ്ടുവരും, അല്ലെങ്കിൽ ആ കൊണ്ടുവരില്ല എന്നുള്ള ആൻസർ അല്ലേ വരും. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കിയ വിച്ച് ബോയ്. ഇതില് ആരാണ് ആപ്പിൾസ് നാളെ 3 apples 3 apples കൊണ്ടുവരാൻ പോണത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് യെസ് ഓർ നോ വരില്ലല്ലോ. അതിന് പകരം ആ കൊച്ചിന്റെ പേര് അല്ലെങ്കിൽ ദാറ്റ് ബോയ്, ദിസ് ബോയ്, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലാണ്ട് അതിന്റെ ആൻസർ വരും. ഇവരിൽ ആരാണ് നാളെ 3 apples കൊണ്ടുവരാൻ പോണേന്ന്. ഓക്കെ. അടുത്ത ഹൂ വിൽ ബ്രിങ് 3 apples ടുമോറോ. ഇനി ആരാണ് നാളെ ഈ 3 apples കൊണ്ടുവരാൻ പോണേന്ന് ചോദിക്കണം. നേരത്തെ വിച്ച് ബോയ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ചിലപ്പോ നമ്മ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ്, ഒരു 5 പേരുള്ള ആ ഗ്രൂപ്പിൽ നിന്ന് ചോദിക്കണേ ഇതിൽ ആരാണ്, നിങ്ങളിൽ ആരാണ് കൊണ്ടുവരുന്നത് എന്നാണ് വിച്ച് ബോയ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ സി ക്വസ്റ്റ്യനിൽ ഹൂ വിൽ ബ്രിങ് 3 apples. അപ്പൊ ഇത് ആര് വേണമെങ്കിലും ആവാം. ഇത് ആര് വേണമെങ്കിലും ആവാം. ആരാണ് നാളെ 3 apples കൊണ്ടുവരാൻ പോണത്. കണ്ടാ അപ്പൊ അവിടെ ചേഞ്ച് വന്നേക്കണത്. വാട്ട് വിൽ ദാറ്റ് ബോയ് ബ്രിങ് ടുമോറോ. ഇനി നാളെ അവൻ എന്താ കൊണ്ടുവരുന്നത്. അപ്പൊ ആ ബോയ് നാളെ എന്താണ് കൊണ്ടുവരുന്നത്? എന്താ ആപ്പിൾസോ ഓറഞ്ചസോ അതായിരിക്കും ആൻസർ. അപ്പൊ വോട്ട് ചേർത്തപ്പോ അവൻ എന്താണ് നാളെ കൊണ്ടുവരാൻ പോണത് എന്നുള്ളതാണ് വാട്ട് വിൽ ദാറ്റ് ബോയ് ബ്രിങ് ടുമോറോ ന്റെ മീനിങ്. ഇനി ഹൗ മെനി ആപ്പിൾസ് വിൽ ദാറ്റ് ബോയ് ബ്രിങ് ടുമോറോ. ആപ്പിൾസ് എത്ര ആപ്പിൾസ് നാളെ ആ ബോയ് കൊണ്ടുവരും എന്നാണ് ചോദിക്കുന്നത്. എത്ര ആപ്പിൾസ്, ഹൗ മെനി. അപ്പൊ കറക്റ്റ് നമ്പർ അവിടെ അറിഞ്ഞിരിക്കണം. കറക്റ്റ് നമ്പർ അവിടെ അറിഞ്ഞിരിക്കണം. ചോദിക്കണാണ് എത്ര ആപ്പിൾസ് കൊണ്ടുവരും എന്നുള്ളത്. അപ്പൊ ഹൗ മെനി ആപ്പിൾസ് വിൽ ദാറ്റ് ബോയ് ബ്രിങ് ടുമോറോ. നാളെ ആ ബോയ് എത്ര ആപ്പിൾസ്, കറക്റ്റ് ഒരു 4 or 5 അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണത്. വെൻ വിൽ ദാറ്റ് ബോയ് ബ്രിങ് 3 apples. എപ്പോഴാണ് അവൻ കൊണ്ടുവരുന്നത്? നാളെ ഏത് ടൈമിലാണ് അവൻ കൊണ്ടുവരുന്നത്? നാളെയാണോ അല്ലെങ്കിൽ മറ്റന്നാളാണോ അല്ലെങ്കിൽ അറ്റ് വിച്ച് ടൈം, അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ ടൈം, മോർണിംഗ് ആണ് ഈവനിങ് ആണ്. കണ്ട അപ്പൊ ആ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ട ഇപ്പൊ സെയിം സബ്ജക്ട് ഈ ക്വസ്റ്റ്യൻസിലെല്ലാം ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ സെയിം ആണ്. നാളെ ഓറഞ്ചസ് അല്ലെങ്കിൽ ആപ്പിൾസ് കൊണ്ടുവരേണ്ട കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത്. പക്ഷെ ആദ്യം യൂസ് ചെയ്തേക്കണ ആ ഹെൽപ്പിംഗ് വേർബും WH ക്വസ്റ്റ്യനും പിന്നെ നമ്മൾ ടൈമിനും ഡിസ്റ്റൻസിനൊക്കെ യൂസ് ചെയ്ത
ആ വേർഡ്സ് ഒക്കെ ആയപ്പോ അതിന്റെ മീനിങ് ഇങ്ങനെ മാറി മാറി വന്നത് കണ്ടില്ലേ? ഒന്നുകൂടി അത് വായിക്കാം. വിൽ ദാറ്റ് ബോയ് ബ്രിങ് 3 oranges tomorrow? വിൽ ദാറ്റ് ബോയ് ബ്രിങ് 3 oranges tomorrow? അപ്പൊ അതിന്റെ മീനിങ് എന്താ? ആ ബോയ് നാളെ കൊണ്ടുവരൂ. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണത്. കൊണ്ടുവരൂ എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് വിച്ച് ബോയ് വിൽ ബ്രിങ് 3 apples? ആരാണ്, ഇവരിൽ ആരാണ് നാളെ 3 apples കൊണ്ടുവരാൻ പോണത് എന്ന് ചോദിക്കണം. ഹൂ വിൽ ബ്രിങ് 3 apples tomorrow? ഇത് ആർക്ക് വേണമെങ്കിലും ആവാം. ഇപ്പൊ ഒരു ക്ലാസ്സിലാണെങ്കിൽ പറയണെങ്കിൽ നാളെ നമ്മൾ അവരോട് ചോദിക്കണം ആരാണ് നാളെ 3 apples കൊണ്ടുവരാൻ പോണേന്ന് ചോദിക്കണേ. വാട്ട് വിൽ ദാറ്റ് ബോയ് ബ്രിങ് ടുമോറോ ചോദിക്കണേ. നാളെ ആ ബോയ് എന്താണ് കൊണ്ടുവരുന്നത്? എന്തായിരിക്കും? ആപ്പിൾസ് അല്ലെങ്കിൽ ഓറഞ്ചസ് ആയിരിക്കൂലേ കൊണ്ടുവരുന്നത്. അപ്പൊ വോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അവർ നാളെ എന്താണ് കൊണ്ടുവരാൻ പോണത് എന്നാണ് ചോദിച്ചിരുന്നത്. ഹൗ മെനി ആപ്പിൾസ് വിൽ ദാറ്റ് ബോയ് ബ്രിങ് ടുമോറോ? അപ്പൊ അത് എത്ര ആപ്പിൾ ആണ്, നമ്പറാണ് ചോദിച്ചത്. എത്ര ആപ്പിൾസ് ആണ് നാളെ കൊണ്ടുവരാൻ പോണത് എന്നാണ് ചോദിക്കണം. വെൻ വിൽ ദാറ്റ് ബോയ് ബ്രിങ് 3 apples? ഇനി അതെന്താണ് പറയണത്? എപ്പോഴാണ്, ടൈം ഈവനിങ് ആണ് അല്ലെങ്കിൽ നാളെയാണോ മറ്റന്നാളാണോ അങ്ങനെയുള്ള ടൈം ആണ് ചോദിക്കുന്നത്. വേണ്ട. അപ്പൊ ഓരോരോ ഇതിലും നമ്മൾ യൂസ് ചെയ്യണ ഇതിനനുസരിച്ച് അതിന്റെ മീനിങ് മാറി മാറി വരുന്ന എക്സാമ്പിൾ ആണ് ആ കാണിച്ചത്. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ക്വസ്റ്റ്യൻസ്. ഇന്ന് നമ്മൾ പറഞ്ഞ പോർഷൻസ് ഒന്നും കൂടി ഒന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞത് ഇമ്പറേറ്റീവ്സ് പറഞ്ഞു അല്ലെ. ഇമ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും റിക്വസ്റ്റിനൊക്കെ വേണ്ടിയുള്ളതാണ്. അപ്പൊ വിൽ യു വോണ്ട് യുവും നമ്മൾ പൊളൈറ്റ് ആയിട്ട് ചോദിക്കണം. ഇതാണ് വിൽ യു വോണ്ട് യു ചോദിക്കുന്നത്. പിന്നെ ഇത്തിരിയും കൂടെ സ്ട്രെസ് ചെയ്തിട്ട് ഇത്തിരി കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് പറയാം, നമ്മൾ കാണ്ട് യു യൂസ് ചെയ്യാം. നമുക്ക് കാണ്ട് യു വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇത്തിരി കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കാണ്ട് യു യൂസ് ചെയ്യും. പിന്നെ അതേപോലെ ഇനി പല ക്വസ്റ്റ്യൻസ് അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഹെൽപ്പിംഗ് വേർബ്സ് ആയിരിക്കും വെച്ചാണ് തുടങ്ങുന്നത്. ഹെൽപ്പിംഗ് വേർബ്സ് ഏതൊക്കെയാണ്? വില്ല്, ഇസ്, ക്യാൻ, ഡു, ഇതെല്ലാം ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾസ് എന്തായിരുന്നു? വിൽ യു കം ടുമോറോ? ഇസ് ദർ എനിവൺ ഇൻ ദ റൂം? ക്യാൻ യു സിംഗ്? ഡു ദേ ഗോ ഔട്ട് ഫോർ എ വാക്ക്? ഞാൻ ഈ എക്സാമ്പിൾസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് മീനിങ് മനസ്സിലായില്ലെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണമല്ലോ. ഞാൻ അതിനുവേണ്ടി ഈ എക്സാമ്പിൾ പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വായിക്കുന്നത്. അപ്പൊ അതിന്റെ ആ മീനിങ് എവിടെയാണ് ആ ചേഞ്ച് വരുന്നത് എങ്ങനെയാന്നൊക്കെ ഉള്ളതെന്ന് ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. അറിയാൻ പാടാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. വിൽ യു കം? അപ്പൊ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾ ആണ് വിൽ യു കം ടുമോറോ? ഇസ് ദർ എനിവൺ ഇൻ ദ റൂം? ക്യാൻ യു സിംഗ്? ഡു ദേ ഗോ ഔട്ട് ഫോർ എ വാക്ക്? ഇതെല്ലാം എസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത സെക്ഷൻ നമ്മൾ പറഞ്ഞ WH ക്വസ്റ്റ്യൻസ്. WH എല്ലാം വരാട്ട. ഈ വേറെ വെന്ന് ഇതെല്ലാം WH വെച്ച് തുടങ്ങുന്നത് എല്ലാം WH ക്വസ്റ്റ്യൻസ് ആണ്. ഇത് WH ക്വസ്റ്റ്യൻസിന്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ വാക്കില് യെസ് ഓർ നോ ആയിരിക്കില്ല, നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കിട്ടണം. ഒരു സെന്റൻസിൽ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ WH ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് യുവർ നെയിം? വെർ ഇസ് യുവർ ഹൗസ്? വൈ ഡു യു ഗോ ടു ഹോസ്പിറ്റൽ? ഇനി ആസ്കിങ് അബൌട്ട് ദ പ്ലേസ്. ഇനി ഒരു പ്ലേസ് ആണ് നമ്മൾ ചോദിക്കണമെങ്കിൽ അങ്ങനെ എങ്ങനെ ചോദിക്കാം? വേർ യു ബോൺ? വേർ ആർ യു കമ്മിങ് ഫ്രം? വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? വേർ വിൽ യു മീറ്റ് ഹർ? വേർ ക്യാൻ ഐ ഗോ ഫോർ ഇറ്റ്? ഇതെല്ലാം ഒരു പ്ലേസിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ വേർ യൂസ് ചെയ്യും. അടുത്തത് ടൈം പറഞ്ഞു. ടൈം ആണ് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ വെൻ യൂസ് ചെയ്യും. When were you born? When did you come here? When will you meet him? നമുക്ക് ടൈം അറിയണമെങ്കിൽ നമ്മൾ when യൂസ് ചെയ്യും. When were you born? When did you come here? When will you meet him? ഇനി അടുത്തത് റീസൺ. നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺ, കാര്യം അറിയണം എന്നുള്ളതാണെങ്കിൽ നമ്മൾ why ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. Why do you go there? Why can't you do it? Why is she running? Why do you go for commerce? ആണ് റീസൺ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് വൈ. അടുത്ത പറഞ്ഞ ഡിസ്റ്റൻസ്. ഹൗ ഫാർ ഡു യു ട്രാവൽ എവറി ഡേ? ഹൗ ഫാർ ഇസ് എറണാകുളം ഫ്രം യുവർ സ്കൂൾ? അത് ഡിസ്റ്റൻസ്, എത്ര ദൂരം ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നതാണ് ഹൗ ഫാർ. ഹൗ ഫാർ എന്ന് പറയുമ്പോൾ തന്നെ എത്ര ദൂരമുണ്ട്, ദൂരത്തിന് ഉള്ള ആൻസർ കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹൗ ഫാർ. ഇനി ഡ്യൂറേഷൻ ഓഫ് ടൈം. ഇനി നമുക്ക് ടൈം ഒരു എത്ര, എവിടെ തൊട്ട് എവിടം വരെയുള്ള അങ്ങനെ ഒരു ടൈം
ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ടൈം വരെ അതൊരു ഡ്യൂറേഷൻ അവിടെ അങ്ങനെയുള്ള ഒരു ആൻസർ ആണ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഹൗ ലോങ് യൂസ് ചെയ്യാം. ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് സ്പാനിഷ്, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ക്വിലോൺ, ഹൗ ലോങ് വിൽ യു വെയിറ്റ് ഫോർ മീ, ഡ്യൂറേഷൻ ഓഫ് ടൈം. ഇനി ഫ്രീക്വൻസി, ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഹാബിറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗ ഓഫൺ യൂസ് ചെയ്യാം. ഹൗ ഓഫൺ ഡസ് ഹി വിസിറ്റ് യുവർ ഹൗസ്, ഹൗ ഓഫൺ ഡു യു ഗോ ഫോർ ഫിലിം, ഹൗ ഓഫൺ ഡു യു ഗോ ടു ചർച്ച്, ടെമ്പിൾ ഓർ മോസ്ക്. കേട്ടാ, ഹൗ ഓഫൺ യൂസ് ചെയ്യാം. നമ്പർ ആണ് നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഹൗ മച്ച് അല്ലെങ്കിൽ ഹൗ മെനി യൂസ് ചെയ്യാം. മെനി എപ്പോഴും കൗണ്ടബിളിനും മച്ച് എപ്പോഴും അൺകൗണ്ടബിളിനുമാണ് യൂസ് ചെയ്യണം. ഹൗ മെനി ആപ്പിൾസ് ദെയർ ഇൻ ദ ബാസ്കറ്റ്, ഹൗ മെനി ആപ്പിൾസ് ആർ ദെയർ ഇൻ ദ ബാസ്കറ്റ്, ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്, ഹൗ മച്ച് മണി ഡു യു വോണ്ട്, ഹൗ മച്ച് ഡിഡ് ഹി പേ ഫോർ ദ കാർ. അങ്ങനെ നമുക്ക് ഹൗ മെനി ഓർ മച്ച് യൂസ് ചെയ്യാം. നമ്പർ ആണ് നമുക്ക് വേണ്ടത്. അതേപോലെ നമ്മൾ പല ക്വസ്റ്റ്യൻസ് മീനിങ്സിൽ വ്യത്യാസം വന്ന ഒരു സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ പല ടൈപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആക്കി ചോദിക്കണതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. വിൽ ദാറ്റ് ബോയ് ബ്രിങ് 3 oranges tomorrow, വിച്ച് ബോയ് വിൽ ബ്രിങ് 3 apples tomorrow, who will bring 3 apples tomorrow, what will that boy bring tomorrow, how many apples will that boy bring tomorrow, when will that boy bring 3 apples. സ്റ്റേറ്റ്മെന്റ് എല്ലാം സെയിം തന്നെ. ഒരു ബോയും ഓറഞ്ചസും നാളെ കൊണ്ടുവരുന്ന കാര്യം അല്ല, അത്രേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ്. മാം അതില് ബി ക്വസ്റ്റ്യൻ അല്ലേ, വിച്ച് ബോയ് വിൽ ബ്രിങ് 3 apples tomorrow, അത് ഈ പറഞ്ഞിരിക്കുന്ന 9 എണ്ണത്തില് ഏതില് പെടും? അത് വിച്ച് നമുക്ക് ആദ്യം പറഞ്ഞ WH ക്വസ്റ്റ്യന്റെ അതിനകത്ത് വിടും. ഇതെല്ലാം WH ക്വസ്റ്റ്യൻസിന്റെ ഇതിനകത്താണ് പറയുന്നത്. ഈ WH പറയണത് എല്ലാം ഈ വെന്നും വേറും വോട്ടും ഇതെല്ലാം WHന്റെ കാറ്റഗറിയിൽ പെടണതാണ്. ഞാൻ അതിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. കൂടുതൽ നമ്മൾ വെൻ യൂസ് ചെയ്യണത് ടൈമിനും പിന്നെ വേറെ യൂസ് ചെയ്യണത് ഡിസ്റ്റൻസ് പ്ലേസിനും ഒക്കെയാണ്. ഇതെല്ലാം ഈ WH തുടങ്ങണതെല്ലാം WH ക്വസ്റ്റ്യൻസ് ആണ് കേട്ടാ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഈ പോർഷൻ, അത്രേ ഉള്ളൂ. പിന്നെ ഇനി ടാഗ് നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ടാഗ് കണ്ടുപിടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ടാഗ് ഫസ്റ്റ് തന്നെ വേർബ് ഐഡന്റിഫൈ ചെയ്യും. അതിന്റെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ഇട്ട് കൊടുക്കും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ഇട്ട് കൊടുക്കും. അത്രയൊക്കെ ഉള്ളൂ ഇതില്. ഓക്കെ, ഇന്നത്തെ ഇതെല്ലാവരും ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുമ്പോൾ മീനിങ് മനസ്സിലാവണില്ലേ? ആർക്കെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടോ? ഇപ്പൊ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഇന്നത്തെ ക്ലാസ് എത്ര ഉള്ളൂ. ലെറ്റ്സ് ഫൈൻഡ് അപ്പ്. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഒരു കാര്യം ചോദിച്ചിട്ട് മിസ്, നമുക്ക് ഈ ഇംഗ്ലീഷിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്ന് എക്സാം പോലെ ഇട്ടിട്ടില്ല. ഫസ്റ്റ് യൂണിറ്റിന്റെ ഇപ്പൊ ഈ സെക്കൻഡ് യൂണിറ്റിന്റെ ഇട്ടിട്ടില്ല. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. അത് മാമിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് നമ്പർ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്പർ മാമിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. പ്രോണൗൺസും നൗൺസും ഷെയർ ചെയ്യാം. യെസ്, ഓക്കെ. അപ്പൊ അതായിരിക്കും ഇടും, എന്തായാലും ക്വസ്റ്റ്യൻസ് ഇടും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും MCQ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ എക്സാമ്പിൾസിലൊക്കെ കൊടുത്തിരിക്കുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുള്ളൂ. നിങ്ങൾക്ക് അത് ഇടുമ്പോൾ തന്നെ മനസ്സിലാവും. അത് നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും മനസ്സിലാവും. ഞാൻ നമ്പർ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.
ഗുഡ് നൈറ്റ്. Okay, Thank ma'am. you, ma'am. Thank you, ma'am. Good താങ്ക് യു night. മാം, ഗുഡ് Thank നൈറ്റ്. you, ma'am. Thank you. Good night. Thank you, Thank you, ma'am. ma'am. Good night. Thank you.